സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങൾ സാധ്യമാകുന്നത്രയും പരമാവധി സൂക്ഷ്മതയോടുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസൃതം ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരോടും ആമുഖമായി ആവശ്യപ്പെടുകയാണ്. മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ലിബറലിസം എന്ന് പറയുന്ന സംഗതി. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ കുടുംബം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഒരു ദൈവിക സംവിധാനമാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ സ്ഥാപിതമാവുകയും ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് കുടുംബം. ഈ കുടുംബം ഒരു സമാധാനത്തിന്റെ കേന്ദ്രമാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പുതിയ കുടുംബവും രൂപപ്പെടുമ്പോഴൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരായത്ത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. വിവാഹ സദസ്സുകളിലൊക്കെ സാധാരണ കേൾക്കാറുണ്ട്. കാരണം അവിടെ ഒരു പുതിയ കുടുംബത്തിന് നാന്ദി കുറിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഇണകൾ ലിതസ്കുനു ഇലൈഹ, അവിടെ സക്കീനത്തുണ്ടാകണം, മവദ്ദത്തുണ്ടാകണം, റഹ്മത്തുണ്ടാകണം എന്നൊക്കെയാണ്. സമാധാനത്തോടുകൂടി ജീവിക്കുന്ന, സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് പറയുന്നത് കേവലം ഒരു ജൈവികമോ ഭൗതികമോ ആയ ബന്ധം മാത്രമല്ല. ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നത് അലാഖത്തുൻ റൂഹിയ്യ. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ആത്മീയ ബന്ധമാണ്. ആത്മീയ ബന്ധമായതുകൊണ്ട് തന്നെ അത് ഇഹലോക ജീവിതത്തിലും പരലോകത്തേക്കും അത് നീണ്ടു നിൽക്കുന്നു. അതുകൊണ്ടാണ് വളരെ ശക്തമായ ബന്ധമാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർരിയാതിഹിം വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. പരലോകത്തെത്തുമ്പോൾ ഇവിടെ നല്ല ആത്മീയ ഊഷ്മളമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് വന്നിരുന്ന കുടുംബം അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കന്മാരോടുകൂടെ, അവരുടെ പിതാക്കന്മാരിൽ നല്ലവരായ ദൈവികമായ കൽപ്പനകളും ശാസനങ്ങളും അംഗീകരിച്ചുകൊണ്ട് അതിര് ലംഘിക്കാതെ ആ കുടുംബത്തെ നയിച്ചിരുന്ന ആബാഉകള്, പിതാക്കന്മാർ, അസ്വാജിഹിം, അവരുടെ ഇണകള്,
വദുരിയാതിഹിം, അവരുടെ സന്താനങ്ങൾ ഇവരൊന്നിച്ചായിരിക്കും പരലോകത്തും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ ഇടങ്ങളിൽ നിന്നും മലക്കുകൾ ഇവരെ ആശീർവദിക്കുകയും ചെയ്യും. ഈ ആത്മീയ ബന്ധം നിലനിർത്തിക്കൊണ്ട് ജീവിച്ച ഈ കുടുംബാംഗങ്ങളെ മൊത്തത്തിൽ മലായികത്തുകള് എല്ലാ തലങ്ങളിൽ നിന്നും ആശീർവദിക്കുകയും അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ആത്മീയ ബന്ധം നിലനിൽക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം നേരത്തെ സൂചിപ്പിച്ച സ്നേഹവും കാരുണ്യവും അംഗീകാരവും പ്രോത്സാഹനവും, അതോടൊപ്പം തന്നെ കൂടിയാലോചന വളരെ പ്രധാനപ്പെട്ടതാണ്. അഭിപ്രായം അന്വേഷിക്കുക, അഭിപ്രായങ്ങൾ പങ്കുവെക്കുക, പ്രോത്സാഹനം നൽകുക, അതോടൊപ്പം തന്നെ അംഗീകാരം. ഇതെല്ലാം കുടുംബത്തിന്റെ മവദ്ദത്തിന്റെയും റഹ്മത്തിന്റെയും സക്കീനത്തിന്റെയും അടിസ്ഥാന ഘടകങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പോൾ ഇദാ ദഖലത് അലൈഹി ഖാമ ഇലൈഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കും, അവരുടെ അടുക്കിലേക്ക് നടന്നു നീങ്ങും. ഫഅഖദ ബിയദിഹ, അതിന്റെ കൈ പിടിക്കും. വഖബ്ബലഹ, അവിടെ കൈകളിലും നെറ്റിത്തടങ്ങളിലുമൊക്കെ ചുംബിക്കും. അജ്ലസഹ ഫീ മജ്ലിസിഹി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലത്ത് അവർ ഇരുത്തും. ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പിതാവും മാതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തെ ഈ വരും തലമുറകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വളരെ ആവേശത്തോടു കൂടി ഇത് സൂചിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഗുരുതരമായ പ്രതിസന്ധി ഘട്ടം, വഹയ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനാണ്. ഒരു സന്ധി സംഭാഷണം നടക്കുന്നതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. സുൽഹുൽ ഹുദൈബിയ. ഈ സമയത്ത് വഹയ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം. പക്ഷെ സ്വഹാബികൾ ആരും ഈ കൽപ്പന അംഗീകരിച്ചില്ല എന്നാണ്. അവർക്ക് ആവേശമായിരുന്നു മക്കയിലേക്ക് തന്നെ നടക്കാൻ. ഈ ഘട്ടത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ പോയിട്ട് കാര്യം അന്വേഷിക്കണം, എന്താ ഞാൻ ചെയ്യേണ്ടത്. ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് വഹയിലൂടെ നിർദ്ദേശം കിട്ടും. പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് പോയിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ. അതും ഒരു ദീനിന്റെ വിഷയമാണ്. ഈ ഘട്ടത്തിൽ അവരോട് അഭിപ്രായം ചോദിക്കുകയാണ്. അവർ പറഞ്ഞത് എന്താ? യാ റസൂലുള്ളാഹ് ഉഖ്റുജ് വലാ തുകല്ലിം അഹദം മിൻഹും, നിങ്ങൾ ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ടതില്ല. പ്രവാചകരെ, നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായിട്ട് നിങ്ങൾ അങ്ങോട്ട് നടക്കൂ. റസൂലുള്ളാഹ് അതാണ് ചെയ്തത്. ഉമ്മു സലമയുടെ വാക്ക് കേട്ടുകൊണ്ട് അവർ നടന്നു. ഫലമാ റഅൗ ദാലിക ഖാമു, ഇത് കണ്ടപ്പോൾ മറ്റുള്ള സ്വഹാബികൾ എല്ലാവരും എഴുന്നേറ്റ് പിന്നാലെ നടക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊരു കുടുംബത്തിലെ കൂടിയാലോചനയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ വഹ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ തന്റെ പത്നിയോട്, ഭാര്യയോട്, ഇണയോട്
ഒരു പ്രശ്നത്തിൽ പരിഹാരം തേടുകയാണ്. ഇത് നമുക്ക് ശീലിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളതെങ്കിൽ, നമ്മളൊക്കെ അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള ഒരു കുടുംബ സംവിധാനമാണ് എങ്കിൽ, ഒരു സ്വതന്ത്ര ചിന്തകർക്കും ഒരു യുക്തിവാദിക്കും ഈ ബന്ധങ്ങളെ മുറിച്ചു മാറ്റാനോ തകർക്കാനോ സാധിക്കുകയില്ല. അത് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഒക്കെയുള്ള ഒരു ആത്മീയ നിലയിൽ നമ്മൾ ഉയരേണ്ടതുണ്ട്. എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അല്ലാഹ് തന്നെ ചോദിക്കുന്നുണ്ട്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. പ്രവാചകർ, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസന്മാർക്ക് അനുവദിച്ചിട്ടുള്ള സീനത്തുകളെ വിലക്കുന്നത് ആരാണ്? എല്ലാം അനുവദിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ നിരോധനങ്ങൾ, വിലക്കുകൾ മാത്രമാണ് ഇസ്ലാം ഒരു വിശ്വാസിയുടെ മുമ്പിൽ, ഒരു വീട്ടില്, ഒരു കുടുംബത്തില്, ഒരു സമൂഹത്തിലൊക്കെ വെക്കുന്നത്. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാം, നന്നായിട്ട് പാനീയങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ അവിടെയൊക്കെ ധൂർത്തും ദുർവ്യയവും അരുത്. അതിരുകൾ ലംഘിക്കാൻ പാടില്ല. ഏത് പാനീയം ഉപയോഗിക്കാൻ പാടില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുദൂദുകൾ വെച്ചിട്ടുണ്ട്, അതിരടയാളങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിനെ മറികടക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യമില്ല. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിലേക്കെല്ലാം കാലപ്പഴക്കം കൊണ്ടോ മറ്റോ ഈ അതിർവരമ്പുകളൊക്കെ ചാടിക്കടന്നുകൊണ്ട്, മറികടന്നുകൊണ്ട് അതിനെല്ലാം പൊളിച്ചു മാറ്റി ഈ സ്വതന്ത്ര ചിന്തയുടെ ആ പൈശാചികമായ അധാർമികമായ മുഖം നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഈ സ്വതന്ത്ര ചിന്തയുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ ഫലം എന്താണ്? സാധാരണഗതിയിൽ നമ്മള് കുറ്റമാണ്, തെറ്റാണ് എന്ന് കരുതിയിരുന്ന പലതും നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ ലഹരി, അതൊരു വലിയ തെറ്റല്ല. പ്രത്യേകിച്ച് യുവ അല്ലെങ്കിൽ ന്യൂജൻ, ഇവർക്കിടയിൽ ഇതൊന്നൊരു പ്രത്യേകമായൊരു തെറ്റാണോ എന്ന് ഒരു സന്ദേഹമാണ് അവർക്കുള്ളത്. ലൈംഗികതയും അതുപോലെ തന്നെയാണ്. ഇതിലെന്താ തെറ്റ്? ഇതിനെന്തിനാണ് ഒരു ചട്ടക്കൂട്? ഇതിനെന്തിനാണ് താലികെട്ട്, നിക്കാഹ്? പറവകളൊക്കെ ഇത് കഴിച്ചിട്ടാണോ? ഇങ്ങനെയുള്ള കുറെ ചിന്താഗതികൾ, അല്ലെങ്കിൽ എന്തിനു വിവാഹം കഴിക്കണം, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മറ്റു പല പ്രയാസങ്ങളുമല്ലേ, അത് വിലക്കുകളല്ലേ? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങള് ഈ യുവതയുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആൺ പെൺ ഇടകലരൽ അത് മുമ്പൊക്കെയും അതൊരു തെറ്റായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് 6ാം ക്ലാസ് അല്ലെങ്കിൽ 4ാം ക്ലാസ് കുട്ടി മുതൽ അങ്ങ് കോളേജ് തലങ്ങളിൽ വരെയുള്ളവരൊക്കെയും ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയും കൈ പിടിച്ചുകൊണ്ട് യാതൊരു ഹയാവും കൂടാതെ അവർ നടക്കുന്ന രംഗം നമ്മളൊക്കെ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്.
ഇതൊന്നും ഒരു തെറ്റല്ല എന്ന രൂപത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്നു. ആർഭാടവും സാമ്പത്തിക ക്രമക്കേടുകളും ഒക്കെ ഈ ഗണത്തിൽ വരുന്നതാണ്. എന്ത് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുമ്പോഴും അതിലെന്താ പ്രയാസം? ഇതെന്താണ് പലിശ? എവിടെ? ഇത് ഡിവിഡൻഡ് അല്ലേ? ഇത് ലാഭമല്ലേ? ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ നൽകിക്കൊണ്ട് എല്ലാം സാമാന്യവൽക്കരിച്ചു പോകുന്ന ഒരു ചിന്താഗതി ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം അതെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ എന്ന ഒരു മുദ്രാവാക്യം, അത് ഞങ്ങൾക്ക് വേണ്ടേ. അതുപോലെ തന്നെ ജഡികമായ താല്പര്യങ്ങള്, നമ്മുടെ ശരീരത്തിന്റെ താല്പര്യങ്ങള്, ആ ജന്തുത്വം, ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള്, അതാണ് മൈ ബോഡി മൈ ചോയ്സ് അല്ലെങ്കിൽ മൈ റൈറ്റ്. എന്റെ ശരീരം അത് എന്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ ഉദ്ദേശിക്കും പോലെ എനിക്ക് ആരുമായിട്ടത് പങ്കുവെക്കാൻ പറ്റും തുടങ്ങിയ ചിന്താഗതികളൊക്കെ ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കയറി വരുന്നില്ലേ എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ മനുഷ്യനെ തന്നെ തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും വായിക്കുന്ന സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്തുകൾ, അവിടെ ആമുഖത്തിൽ ആയത്തുകൾ കാണാം. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്ത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ഇങ്ങനെയുള്ള കുറെ ആയത്തുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യത്തെ മനുഷ്യനാണ്, യാതൊരു പ്രയാസവുമില്ല, യാതൊരു സ്വാധീനവും അവിടെ ചെലുത്താനില്ല, ഇഷ്ടം പോലെ ജീവിക്കട്ടെ, ഇച്ഛകൾക്ക് അനുസരിച്ച് ജീവിക്കട്ടെ എന്നൊന്നും അള്ളാഹു തീരുമാനിച്ചില്ല എന്ന ആദം അലൈഹി ഇസ്ലാം അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ കരസ്ഥമാക്കി, ചില നിർദ്ദേശങ്ങൾ. അപ്പൊ ആദ്യത്തെ മനുഷ്യന് തന്നെ ഒരു മാനുവൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൈഡ് ലൈൻ കൊടുത്തിരുന്നു. അതനുസരിച്ചാണ് ജീവിച്ചത്. അതിന്റെ പോരായ്മകൾ വരുമ്പോഴൊക്കെയും അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാം ആദമിനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹറാമാണ് ഏതാണ്, ഹലാൽ ഏതാണ്, തെറ്റ് ശരി, ഇതൊക്കെ ആദം അലൈഹി ഇസ്ലാമിന് ഒന്നാമത്തെ മനുഷ്യനെ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതന്ത്രമായിട്ട് ജീവിക്കുവാൻ അനുവദിച്ചിട്ടില്ല. ഇത് ഖുർആനിന്റെ വക്താക്കളാണ് നാം ഓരോരുത്തരും, നമ്മളൊക്കെ വായിക്കുന്ന ആയത്തുമാണ്. പിന്നെ നമ്മുടെ ശരീരം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇസ്ലാമിക കാഴ്ചപ്പാട് അനുസരിച്ച് ഇത് നമ്മുടെ ശരീരമല്ലല്ലോ, ഇത് അള്ളാഹുവിന്റെ ഒരു ദാനമായിട്ട് അള്ളാഹു നൽകിയതാണ് കുറച്ച് കാലത്തേക്ക്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കാത്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മറ്റെല്ലാം, ഇതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ വിചാരണ ഘട്ടത്തിൽ നിങ്ങളോട് ചോദിക്കും. അതിന്റെ ഉപയോഗം എങ്ങനെയായിരുന്നു, എന്താണ് കേട്ടത്, എന്താണ് കണ്ടത്, എന്തിനെ സംബന്ധിച്ചായിരുന്നു എപ്പോഴും ചിന്ത, ഇതിനെ സംബന്ധിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പൊ ഇത് നമ്മുടേതല്ല, താൽക്കാലികമായ ഉപയോഗത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ളതാണ്. എന്തും ചെയ്യാം, എങ്ങോട്ടും പോകാം, എന്തും ആസ്വദിക്കാം, അനുഭവിക്കാം, എന്തും കേൾക്കാം എന്നൊരു നിലപാട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല എന്ന് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. ഏത് തരത്തിലും ജീവിക്കാൻ അവർക്ക് ഹൃദയമുണ്ട്, മസ്തിഷ്കമുണ്ട്, അതവർ ഉപയോഗപ്പെടുത്താതെ
അവരുടെ ചെവികൾ, അവരുടെ കണ്ണുകൾ ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ അവർ ജീവിച്ചു കഴിഞ്ഞാൽ, ഏത് രൂപത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ഉപയോഗപ്പെടുത്താതെ ജീവിച്ചു കഴിഞ്ഞാൽ അത് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച ജീവിതമാണ്. മൃഗങ്ങൾ അവിടെ നിർത്തിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉലൈക കൽ അൻആം, അവർ മൃഗതുല്യമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. ബൽ ഹും അളല്ല്, അതിനേക്കാൾ മോശമായ ജീവിതമായിരിക്കും അവർ നയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിയന്ത്രണങ്ങളും വ്യവസ്ഥയും ഒക്കെ മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. കാരണം നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ കൂടുതൽ വിലക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതം എപ്പോഴും മനോഹാരിത ആ ജീവിതത്തിന് ഉണ്ടാവുക, മനോഹരമായി ഇത് മാറുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് ചിന്തിച്ചു നോക്കിയാൽ എവിടെയാണ് വിലക്കുകളും നിയമാവലികളും ഇല്ലാത്തത് ഈ ഭൂമിയിൽ? ഇപ്പോ ഇവിടെ നമ്മുടെ സമീപത്ത് മേള നടക്കുകയാണ്, കലോത്സവം നടക്കുന്നുണ്ട് കോട്ടക്കൽ വെച്ചിട്ട്, ജില്ലാ കലോത്സവം. ഇത് നമ്മുടെ സ്കൂൾ, പബ്ലിക് സ്കൂൾ പഠിക്കുന്ന അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലോ അൺഎയ്ഡഡ് സ്കൂളിലോ ഒക്കെ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അങ്ങോട്ട് കയറി ചെന്ന് ഒന്നും അവിടെ നടത്താൻ സാധ്യമല്ല. ഒരു ഗ്രൂപ്പ് ഇനമാണെങ്കിൽ അതിന് നിയമാവലികളുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഒരു ഒപ്പന നടത്തുകയാണെങ്കിൽ അവിടെ 10 കുട്ടികൾ, 7 കുട്ടികൾക്കേ കളിക്കാൻ പാടുള്ളൂ, 3 കുട്ടികൾ പാടണം. എന്താ 8 കുട്ടികൾ കളിച്ചാൽ എന്താ 2 ആൾക്ക് പാടിയാൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇങ്ങനെ ഓരോന്നും കായികമേള പരിശോധിച്ചാലും ഏതൊന്നിനും ഒരു സ്ഥാപനമുണ്ടോ അതിന് നിയമാവലി ഉണ്ടാകും, ബൈലോ ഉണ്ടാകും, അതിന് ചില റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകും. അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. അത് അതിന്റെ ഭംഗിയാണ്, അതിന് മനോഹാരിത കൂട്ടുന്നതാണ്. നമ്മൾ വേൾഡ് കപ്പ് കണക്കാണ്, ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അതിന് റഫറി ഉണ്ടാകും. ആ റഫറി തന്നെ ഇഷ്ടമാണോ? ഫിഫയുടെ നിയമാവലി ഉണ്ടാകും. ആ നിയമാവലി അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുള്ളൂ. ഫൗള് കളിക്കുമ്പോൾ യെല്ലോ കാർഡ് കാണിക്കും, വാണിംഗ് ആണ്. വീണ്ടും വരികയാണെങ്കിൽ റെഡ് കാർഡ് കാണിക്കും. അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് വിലക്ക് ഏർപ്പെടുത്തും, ആജീവനാന്ത വിലക്കുകൾ ഉണ്ടാകും, ശിക്ഷകൾ വരെ ഉണ്ടാകും. നമ്മുടെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ പരിശോധിച്ചാല് നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ. അപ്പൊ ഇതതിന്റെ എന്താണ്? അല്ലാതെ നെയ്മറും മെസ്സിയും അതുപോലെ തന്നെ റൊണാൾഡോ ഒക്കെയാണ് ഇറങ്ങിയിട്ട് അവരിഷ്ടം പോലെയാണ് കളിക്കാൻ പറ്റുമോ? നിയമാവലിയുണ്ട്, അത് പാലിക്കണം. അതാ ഫിഫയുടെ വേൾഡ് കപ്പിന്റെ ഒരു മനോഹാരിതയാണ്, അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ്. ഇഷ്ടം പോലെ ചെയ്യുക അവിടെ ഒന്നും സാധ്യവുമല്ല. ഒരു ട്രാഫിക് ഒന്നും ഇല്ലാത്തൊരു ജംഗ്ഷനെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കൂ. ഒരു തിരക്ക് പിടിച്ച ജംഗ്ഷൻ, സിഗ്നൽ ഒന്നുമില്ല. ഒന്ന് ആലോചിച്ചു നോക്കുക, എന്താ അവിടെ സംഭവിക്കുക? ഇങ്ങനെ ഓരോന്നും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ പരിശോധിച്ചാലും അവിടെ ഒക്കെ നിയമാവലികളുണ്ട്. മനുഷ്യ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമാവലി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന് നിയമാവലിയുണ്ട്, ഒരു വ്യക്തിക്ക് നിയമാവലിയുണ്ട്. ഇതെല്ലാം പാലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പെർഫോമൻസ്, അതാണ് അതിന് സാധുതയുണ്ടാകും, അതിന് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഈ കൂടുതൽ ലിബറൽ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയുമായിട്ട് ഇറങ്ങി തിരിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പോരായ്മയും. ഇപ്പോ നമ്മുടെ പാഠ്യപദ്ധതി അനുസരിച്ച് കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായ ഒരു വിഷയമായിരുന്നല്ലോ ഈ ലിബറലിസം. അത് പാഠപുസ്തകങ്ങളിലൂടെ വിതരണം ചെയ്യപ്പെടുന്നു, ഒളിച്ചു കടത്തുന്നു അത്തരം സന്ദേശങ്ങൾ. എത്രയോ ചർച്ചകളും സ്കൂൾ തലങ്ങളിലും PTA-യിലും രക്ഷിതാക്കളും ഒക്കെ ചർച്ച നടത്തിയതാണല്ലോ. നിങ്ങൾ ഇപ്പോ റിവൈസ്ഡ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വന്ന ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ചു നോക്കൂ.
ഉദാഹരണമായിട്ട് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, അതിലൊരു അധ്യായത്തിന്റെ പേര് ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്നാണ്. ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. അതിന്റെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് നോക്കിയാലും മലയാളം മീഡിയം നോക്കിയാലും ഒക്കെ ഈ ഹെഡിങ് ആണ് നിങ്ങൾക്ക് കാണാം. അപ്പോ അത് എന്നിട്ട് അതിൽ പഠിപ്പിക്കുന്നത് എന്താ? സെക്സ് എന്താണ്, ജെൻഡർ എന്താണ്. കഴിഞ്ഞ വർഷമൊക്കെ ധാരാളം തെരുവുകളിലും സ്കൂൾ തലങ്ങളിലും പള്ളി മെമ്പറുകളിലും ഓരോ സംഘടനകൾ കൂട്ടായ്മയോട് കൂടി ഒക്കെ ചർച്ച ചെയ്ത വിഷയമല്ലേ. ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന പ്രൊഡക്റ്റ്, ആ ടെക്സ്റ്റ് ബുക്ക് എന്താ പറയുന്നത്? കുട്ടികളെ പഠിപ്പിക്കുന്നത് സെക്സ്, ജെൻഡർ. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്, ജീവശാസ്ത്രപരമാണ്. അത് ഗർഭസ്ഥ ശിശു, അതാണോ പെണ്ണോ ആണ്, അതൊക്കെ ഓക്കെയാണ്, ശരി. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത്, ലിംഗ പദവി എന്ന് പറയുന്നത്, അത് പിന്നീട് നമ്മൾ നേടിയെടുക്കുന്നതാണ്. അത് പിന്നീട് സമൂഹത്തിലെ ഇടപെടലിലൂടെ പിന്നീട് നമുക്ക് വന്നു ചേരുന്ന ഒരു പദവിയാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇതാണ് കഴിഞ്ഞ വർഷം ചർച്ച ചെയ്തത്. എന്നിട്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇപ്പൊ സെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ചിലപ്പോൾ ആണായിരിക്കാം, അവൻ ജനിക്കുമ്പോൾ ആണായി തന്നെ ജനിച്ചത്, ഓക്കെ. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ അവന് പെണ്ണാകാം, അവന് പെണ്ണായിട്ട് രൂപാന്തരപ്പെടാൻ സാധിക്കും. അവൻ പെൺകുട്ടികളുടെ കൂടെ ഇടകലരാൻ അവന് യാതൊരു പ്രയാസവും ഉണ്ടാവുക. ഞാൻ പെണ്ണാണ് എന്ന് അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവന്റെ തോന്നലാണ്, അവന്റെ സന്ദേഹമാണ്. എന്നിട്ട് അവൻ പെണ്ണിന്റെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇതിനെ സംബന്ധിച്ചുള്ളതൊക്കെ നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ ഇതിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നത് വളരെ ഗുരുതരമായ അവസ്ഥകളിലാണ്. ഈ ന്യൂജൻ എന്ന് പറയുന്നത് കൗമാരപ്രായക്കാര് അവരുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകമായ ഹോർമോണുകള്, അതുപോലെ തന്നെ സർജറികൾക്കൊക്കെ വിധേയമായിട്ട് ആണ് പെണ്ണായി മാറാൻ ഉള്ള ടെൻഡൻസി. ഇത് സാമൂഹ്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, ചില രാജ്യങ്ങളൊക്കെ ഇത് രക്ഷിതാക്കൾക്ക് പോലും എതിരഭിപ്രായം പറയാൻ പാടില്ല, അത് കുട്ടിയുടെ റൈറ്റ് ആണ് എന്ന് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് ഇത്തരത്തിലുള്ള ഈ ഹോർമോൺ ചികിത്സ, അതുപോലെ തന്നെ ടോപ്പ് സർജറി, ബോട്ടം സർജറി, ഇതൊന്നും വ്യാപകമായിട്ടില്ല എങ്കിലും അതിൻ്റെ ഒക്കെ തുടക്കം ഈ ഇടകലരലുകൾ യാതൊരു പ്രയാസവും കൂടാതെ നടുറോഡുകളിലും ഒക്കെ ഇങ്ങനെയുള്ള ആൺ പെൺ കൂടിച്ചേരലൊക്കെ ഇതിന്റെ ഗേറ്റാണ്. ഇതൊക്കെ നമ്മള് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അപ്പോ ജെൻഡർ നമുക്ക് തൊഴിൽ തിരഞ്ഞെടുക്കും പോലെ, വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കും പോലെ, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കും പോലെ നമുക്കും തിരഞ്ഞെടുക്കാം. ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് നിശ്ചയിക്കാം. ഇതിനെ സംബന്ധിച്ച് ഇനിയും നിങ്ങൾ കൂടുതലായിട്ട് പരന്ന വായന നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ ഒരു സാമൂഹികമായിട്ടുള്ള വലിയ പ്രത്യാഘാതം ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് മോചനം തേടുന്നതിന് വേണ്ടിയിട്ടാണ്, സുരക്ഷ, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മുടെ കുടുംബത്തെ, ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമാവലികളൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ തന്നെ വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. വ ജഅല ലക്കും മിൻ അസ്വാജികും ബനീന വ ഹഫദതൻ, എന്നിട്ട് ഈ ഇണകളിൽ നിന്ന് മക്കള്, പേരമക്കൾ, ഇവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. വ റസഖകും മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും മികവുറ്റ ഭക്ഷണം നിങ്ങൾക്ക് ഈ പ്രകൃതിയിൽ നിന്ന് ആസ്വദിക്കാനുള്ള അവസരം നൽകി. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, ഇതൊക്കെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു, എന്നിട്ടും ഈ മിഥ്യയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഈ മിഥ്യയിലാണോ, ഈ ബാത്തിലാണോ വിശ്വസിക്കുന്നത്? വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, ഈ കുടുംബം, ഈ വ്യക്തി, ഈ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർ നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. കുടുംബത്തോടുള്ള ചോദ്യമാണത്. കാരണം അവിടെയാണ് മക്കളും പേരമക്കളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അവർക്കൊക്കെയും തണലായി നിൽക്കേണ്ടവരാണ് മാതാപിതാക്കൾ. ആ മക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകി അവരെ കൂടെ പിടിച്ച് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട പാഠങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചും ഒക്കെ ദീനിനെ സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങള് പകർന്നു കൊടുക്കേണ്ട ബാധ്യത വിശ്വാസികളാൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം ജഹാലത്താണ് പലപ്പോഴും മനുഷ്യനെ പലതിലേക്ക് ചെന്ന് ചാടിക്കുക. അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് എന്തറിയാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ്. നമുക്കൊരാളെ സംബന്ധിച്ച് വല്ലതും അറിയുന്നുവെങ്കിൽ ഒരാൾ ഇവിടെ വന്നിട്ട് പറയാണ് ഇവിടെ ഇന്നതൊക്കെ ചെയ്യണം, നമ്മോട് ഇങ്ങനെ പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് നമുക്കൊരു അറിവും ധാരണയും ഒക്കെ മുമ്പ് ഉണ്ട് എങ്കിൽ അയാൾ പറയും ചിലപ്പോ ഈ ഇരിക്കുന്നവരൊക്കെ ഓക്കെ, എല്ലാവരും തല ആട്ടി സമ്മതിക്കും. അതേ സമയത്ത് നമുക്കൊന്നും പരിചയമില്ലാത്ത ഒരാൾ ഇവിടെ വന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞാൽ ഇരിക്കുന്ന ഒരാളും അത് വിട്ടുകൊടുക്കൂല. അതെങ്ങനെ, അത് ശരിയാവൂല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ബോധ്യം, യഥാർത്ഥ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമാവലികള് നമ്മൾ അംഗീകരിക്കും. അതില്ലാത്തതിന്റെ ഫലവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബവും ഇത്തരത്തിലുള്ള വിജ്ഞാനം നമ്മുടെ കുട്ടികൾക്ക് മക്കൾക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതൊരു കമ്പനി പ്രോഡക്റ്റിനും ഒരു മാനുവൽ ഉണ്ടാവുമല്ലോ. അതനുസരിച്ചാണ് അതിന്റെ പ്രവർത്തനവും അതിന്റെ സർവീസും. അതിന് കേടുവന്നാൽ അതിനെ നന്നാക്കലും ഒക്കെ അതനുസരിച്ച് ചെയ്യാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ മാനുവൽ ഈ മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്, കുടുംബത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്, ഈ ആത്മീയ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കുടുംബത്തോടൊപ്പം തന്നെ മൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുരിയാതിഹിം യദ്ഖുലൂന അൽ മലായിക മിൻ കുല്ലി ബാബ്. ഈ മലക്കുകൾ ആശീർവദിക്കുകയും അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഈ ഒരു ബന്ധം കുടുംബത്തിൽ നമ്മൾ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഭദ്രമായ ഒരു ആത്മീയ ബന്ധം നിലനിർത്തുന്ന ഒരു ശക്തമായ കുടുംബം രൂപപ്പെടുത്തുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.